Good morning. S6 UNIT1 Special Theory of Relativity. Now we can deal with relativistic kinematics. We found that classical mechanics obeys Galilean transformation equations, whereas relativity obeys Lorentz transformation equations. So we have to modify the Newton's mechanical relations, that is the kinematics, appropriate to Lorentz transformation equations. And the Lorentz transformation equations are given as x dash is equal to k into x minus vt, y dash is equal to y, z dash is equal to z, t dash is equal to k into t minus vx by c square, where k is equal to square root of 1 by square root of 1 minus v square by c square. These are known as Lorentz transformation equations. And the inverse transformation equations, that is, in case of x dash, we have x is equal to k into x dash plus vt, and y is equal to y dash, z is equal to z dash, t is equal to k into t dash plus vx by c square. Here also k is equal to square root of 1 by 1 minus v square by c square. The Lorentz transformation equations shows that the coordinates of the events x, y, z, t with respect to an inertial frame S is not equal to coordinates of the same event, that is x dash, y dash, z dash, t with respect to another inertial frame S dash. That is, here we can conclude that space and time are relative. അതായത് മെഷർമെൻറ്റ്സ് ഓഫ് ലെങ്ത്, സ്പേസ് എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ് ഓഫ് ലെങ്ത് ആൻഡ് ടൈം ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഇനർഷ്യൽ ഫ്രെയിംസ്. റിലേറ്റിവിറ്റിയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇനർഷ്യൽ ഫ്രെയിമിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് ഈ സ്പേസും ടൈമും മാറിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ ചേഞ്ച് കൊണ്ടുവരാൻ കാരണം ഈ ഫാക്ടർ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. കെ ഇസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇനി കെയുടെ വാരിയേഷൻ ഓഫ് കെ വിത്ത് വി ബൈ സി എന്നുള്ള ഫാക്ടർ ഉള്ളതുകൊണ്ടാണ് കെയിൽ രണ്ട് ഫ്രെയിമിലും നമുക്ക് ഇവൻറ്റ്സ് വ്യത്യസ്തമായിട്ട് തോന്നുന്നത്. ഇപ്പോൾ എക്സ് ആക്സിസിൽ വി ബൈ സിയും വൈ ആക്സിസിൽ കെയും തമ്മിലൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ the variation between k and v by c, when k and v by c are equal to 1, ആ സമയത്ത് അവർ ഇൻഫിനിറ്റി ആയിട്ട് വരും. അതായത് ഇൻ റിലേറ്റിവിറ്റി ദ ലിമിറ്റിംഗ് സ്പീഡ് ഈസ് വെലോസിറ്റി ഓഫ് ലൈറ്റ്. വിയും സിയും ഈക്വൽ ആവുന്നതാണ് റിലേറ്റിവിറ്റിയിൽ ലിമിറ്റിംഗ് സ്പീഡ്. ബട്ട് ഇൻ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ദ ഹയസ്റ്റ് സ്പീഡ്, അതാണ് ലിമിറ്റിംഗ് സ്പീഡ്, ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. ഇൻ റിലേറ്റിവിറ്റി ദ ലിമിറ്റിംഗ് സ്പീഡ് ഈസ് വെലോസിറ്റി ഓഫ് ലൈറ്റ്, വേറസ് ഇൻ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ദ ലിമിറ്റിംഗ് സ്പീഡ് ഈസ് ഇൻഫിനിറ്റി. അപ്പോൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ നമുക്ക് നേരത്തെ കിട്ടിയ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസിൽ സി മാറ്റിയിട്ട് ഇൻഫിനിറ്റി വെച്ച് കഴിഞ്ഞാൽ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്തായിട്ട് മാറും? ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ആയിട്ട് മാറും. സൈമൾട്ടേനിറ്റി ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ആൻസർ ആയിട്ട് വരാറുള്ളതാണ്. സ്പേസ് ആൻഡ് ടൈം റിലേറ്റീവ് ഇൻ നേച്ചറിന് നമ്മൾ കണ്ടു അല്ലേ? അതായത് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ രണ്ട് ഇവൻറ്റ്സ് നടക്കുന്നത്, രണ്ട് പൊസിഷനിൽ നടക്കുന്നത്, സപ്പോസ് x1 ആൻഡ് x2 എന്ന പൊസിഷനിൽ നടക്കുന്നത്, ഇന്ത്യയിലും അമേരിക്കയിലും നടക്കുന്ന രണ്ട് ഇവൻറ്റ്സ് സൈമൾട്ടേനിയസ് ആണ് നമുക്ക് എസ് ഫ്രെയിമിൽ തോന്നുമെങ്കിലും എസ് ഡാഷ് ഫ്രെയിമിൽ വേറൊരു ഒബ്സർവർക്ക് അത് അങ്ങനെയായിട്ട് തോന്നില്ല, റിലേറ്റീവ് ആയിട്ട് തോന്നും. Space and time are relative in nature, that is the events that seem to take place simultaneous to one observer may not be simultaneous to another observer in relative motion and vice versa. നമുക്ക് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ടു ഇവൻറ്റ്സ് ടേക്ക് പ്ലേസ് അറ്റ് ദ സെയിം ഇൻസ്റ്റന്റ് ഇൻ ടു ഡിഫറെന്റ് പൊസിഷൻസ് x1 and x2 in the frame S. അത് വേറൊരു ഒബ്സർവർ എസ് ഡാഷ് ഫ്രെയിമിലെ ഒബ്സർവർ വിച്ച് ഇസ് റിലേറ്റീവ് മോഷൻ with respect to S frame would measure the instants at two events of whereas നമുക്ക് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ഓഫ് ടൈം വെച്ചിട്ട് t1 dash is equal to t1 minus vx by c square divided by square root of 1 minus v square by c square and t2 dash is equal to t2 dash എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇവന്റ് നടക്കുന്ന സമയം t2 dash is equal to t2 minus vx2 by c square divided by square root of 1 minus v square by c square. ഈ ഇക്വേഷൻ 1 minus 2 കാണും. ഇക്വേഷൻ 1 minus 2 എന്ന് പറഞ്ഞാൽ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ്, ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഇവൻറ്റ്സ്. Equation 1 minus 2 t2 dash minus t1 dash is equal to t2 minus t1 minus v by c square into x2 minus x1 divided by square root of 1 minus v square by c square. ഇവിടെ നമ്മൾ LCM കണ്ടിട്ടാണ് സബ്ട്രാക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ t2 minus t1 എന്ന് പറഞ്ഞാൽ എന്താ? ഇസ് ദ ടൈം ഇന്റർവൽ മെഷേർഡ് ഇൻ ദ ഫ്രെയിം എസ്. പക്ഷേ എസ് ഫ്രെയിമിൽ രണ്ടും ഒരേ സമയത്താണ് നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അല്ലേ? രണ്ടും ഒരേ സമയത്ത് നടക്കണമെങ്കിൽ t2 minus t1 is equal to 0. So t2 minus t1 is the time interval measured in the frame S, and since the events take place simultaneously with respect to the frame S, t2 minus t1 is equal to 0. അപ്പോൾ ഈ ടൈമിനോട് 0 എന്ന് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? t2 dash minus t1 dash is equal to 0 minus v by c square into x2 minus x1. ഈ ടേം പോകും. അപ്പോൾ ഇവിടെ മൈനസ് എന്നുള്ളത് നമ്മൾ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ v by c square into x1 minus x2. Therefore t2 dash minus t1 dash is equal to v by c square into x1 minus x2 divided by square root of 1 minus v square by c square. എസ് ഫ്രെയിമിൽ t2 minus t1 ആയിരുന്നു ഇന്റർവൽ, അത് 0 ആണ്. പക്ഷേ t2 dash minus t1 dash, that is the time difference between the two events, is not equal to 0. അതായത് രണ്ടും ഒരേ സമയത്ത് നടക്കുന്നത് പോലെ തോന്നില്ല, സൈമൾട്ടേനിയസ് ആയിട്ട് തോന്നില്ല. t2 dash minus t1 dash is not 0 and the two events that are simultaneous in one frame are not simultaneous in another frame of reference. Relativity മെക്കാനിക്സിലെ simultaneity of events is relative. പരീക്ഷയ്ക്ക് പ്രൂഫ് ചോദിക്കുക, ചിലപ്പോൾ 4 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. താങ്ക് യു.